KPCC പുനഃസംഘടനാ വള്ളത്തിൽ വീണ്ടും വീണ്ടും തുഴഞ്ഞേ പോവുകയാണ്. സണ്ണി ജോസഫും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും AP അനിൽകുമാറും ഡൽഹിക്ക് പറക്കും. എന്തിനാണ്? പുനഃസംഘടന ക്ലിയറാക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങ് വരുന്നു, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് വരുന്നു. പക്ഷേ KPCC പുനഃസംഘടന എങ്ങും എത്തിയിട്ടില്ല. എന്താണ്? വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്, തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഒരിടത്തും എത്തുന്നില്ല. ഒടുവിൽ K സുധാകരനെ ചവിട്ടി പുറത്താക്കി വഞ്ചിയിൽ നിന്ന്. എന്നിട്ട് ആരെ കൊണ്ടിരുത്തി? സണ്ണി ജോസഫിനെ കൊണ്ടിരുത്തി. ഇപ്പം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ശരിയായോ? ശരിയായില്ല. സണ്ണി ജോസഫ് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചപ്പോൾ ആര് പൂട്ടിട്ടു? VD സതീശൻ കോങ്ങയ്ക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് മാത്രം ഇയാളങ്ങോട്ട് പറഞ്ഞാൽ മതി, കൂടുതൽ കയറി പറയാൻ നിൽക്കണ്ട എന്ന് സണ്ണി ജോസഫിനെ താക്കീത് ചെയ്തു. അതോട് സണ്ണി ജോസഫ് നല്ല കുട്ടിയായി. ഇപ്പൊ സണ്ണി ജോസഫ് ഡൽഹിക്ക് പോകുന്നത് എന്തിനാണ്? പുനഃസംഘടന വേണം. എന്തിനൊക്കെയാണ് പുനഃസംഘടന? KPCCയിൽ ചില തസ്തികകൾ ഒഴിഞ്ഞൊഴിഞ്ഞ് കിടപ്പുണ്ട്. മറ്റൊന്ന്, KPCC കാലാകാലങ്ങളായി സെക്രട്ടറി എന്ന പദവി അലങ്കരിക്കുന്ന കുറേ പേരുണ്ട്. ഒരു പണിയും ഇവരാരും ചെയ്യുന്നില്ല. ഈ സെക്രട്ടറിമാരെയെങ്കിലും ഒന്ന് അനക്കി വേറെ കുറച്ച് ആളുകളെ, പുതിയ ആളുകളെ വെക്കണം. അതിനാരെയാണ് കാണാൻ പോകുന്നത്? സാക്ഷാൽ KC ജോസഫിനെ, പിന്നെ ദീപാദാസ് മുൻഷി. ദീപാദാസ് മുൻഷി ആണെങ്കിൽ VD സതീശന്റെ വലം കൈയായിട്ടാണ് പെരുമാറുന്നത്. കനകോലുവിന്റെ റിപ്പോർട്ട് അതേപടി വായിക്കുകയും കനകോലുവിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് K സുധാകരൻ പ്രവർത്തനക്ഷമമല്ലാത്ത KPCC പ്രസിഡന്റ് എന്ന് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്താലാണ് ദീപാദാസ് മുൻഷി. അതുകൊണ്ട് K സുധാകരന് ദീപാദാസിന്റെ പേര് കേൾക്കുമ്പോഴേ കട്ട കലിപ്പാണ്. ദീപാദാസ് മുൻഷിയാണ് തന്നെ പുകച്ച് പുറത്തു ചാടിക്കാൻ ചുക്കാൻ പിടിച്ചതെന്നാണ് K സുധാകരന്റെ വാദം. ഏതായാലും KPCC സെക്രട്ടറിമാരുടെ പണി കട്ടപ്പുറത്താണ്. കാരണം അവർ ഒരു പണി എടുക്കുന്നില്ല എന്നത് തന്നെയാണ് കാരണം. ഇതുവരെ കുറെ ആളുകൾ വർഷാവർഷമായി ഈ സെക്രട്ടറി പദവിയിൽ തുടരുന്നുണ്ട്, യാതൊന്നും ചെയ്യുന്നുമില്ല. ഇനി വൈസ് പ്രസിഡന്റുമാരുണ്ട്. N ശക്തൻ എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, തിരുവനന്തപുരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. സജീന്ദ്രൻ അദ്ദേഹത്തെ എവിടെയെങ്കിലുമൊക്കെ കാണും. പിന്നെ VJ പൗലോസ് അദ്ദേഹത്തെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട്. അതും കാണാൻ വഴിയില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. വാർത്തകളിലൊന്നും കാണുന്നില്ല. ഇനി അഥവാ VD സതീശന് വരെയൊക്കെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. ഏതായാലും VJ പൗലോസും ഇല്ല. വൈസ് പ്രസിഡന്റുമാരാണ് 4 പേർ. ഇവരെയും കാണുന്നില്ല. ഇനിയുണ്ട് KPCC ജനറൽ സെക്രട്ടറിമാർ. എത്ര ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു KPCCയിൽ എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 50ഓളം, അതായത് ഹാഫ് സെഞ്ചുറി അടുപ്പിച്ച് ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു. അവരെയൊക്കെ വെട്ടിനിരത്തി അവസാനം 23 ഒതുക്കിയതാണ്. പിന്നെ ഇനിയുള്ളത് DCC പ്രസിഡന്റുമാരാണ്. KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഇത്രയും പേരെ ഒതുക്കി. അതായത് ഞാൻ പറഞ്ഞല്ലോ 40 പേരിൽ നിന്ന് 22 പേരായിട്ട് ഒതുക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ചുരുക്കപ്പട്ടിക വന്നു. ഇനി ഉള്ളത് സെക്രട്ടറിമാർ, അതുപോലെ തന്നെ DCC പ്രസിഡന്റുമാർ. DCC പ്രസിഡന്റിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിയമിതനായ ജോസഫ് ടാജറ്റ് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും പുതിയ DCC പ്രസിഡന്റുമാർ വേണമെന്നാണ് പൊതുവെ മുറവിളി. എന്നാൽ കോഴിക്കോട് DCC പ്രസിഡന്റ് മാറ്റാൻ പാടില്ല. അങ്ങനെ തുടങ്ങി കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്ന ക്ഷമതയുള്ള നേതാക്കളെ ഒഴിവാക്കാൻ പാടില്ലെന്നും സണ്ണി ജോസഫ് പറയുന്നുണ്ട്. അത് ഏതായാലും എങ്ങനെയൊക്കെ ആയിരിക്കും പുനഃസംഘടന എന്ന് പറയാൻ കഴിയുകയില്ല. സണ്ണി ജോസഫ് പറയുന്നത് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതുപോലെ ഈ പാർട്ടി ഒരു നല്ല ടീമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ടീമിനെ പെട്ടെന്ന് പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മികച്ച വിജയം കിട്ടാൻ വഴിയില്ല. VD സതീശൻ പറയുന്ന പോലെ 63 സീറ്റ് കോൺഗ്രസിന് ലഭിക്കണം എന്നുള്ള വാദമൊന്നും ശരിയല്ല. അതിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ അർഹത കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് ഇവരെ ഒന്നും തട്ടിക്കളയാൻ പാടില്ല. ഇവരെ കുറെ പേരെ നിലനിർത്തണം, കുറച്ച് പുതുമുഖങ്ങളെ കൂടി കൊണ്ടുവരണമെന്നാണ് സണ്ണി ജോസഫിന്റെ ആഗ്രഹം. അത് പറയാൻ വേണ്ടിയാണ് നേരെ ഡൽഹിക്ക് പറന്നിരിക്കുന്നത്. ഡൽഹിക്ക് പറക്കുന്ന സണ്ണി ജോസഫിന് കിട്ടാമെന്ന മറുപടി എന്തായിരിക്കും? KC ജോസഫാണ് അവിടെ ഇരിക്കുന്നത്, KC വേണുഗോപാലാണ് അവിടെ ഉള്ളത്. KC വേണുഗോപാലും VD സതീശനും തമ്മിൽ ധാരണയുണ്ട്. ആ ധാരണ 2026 ഇലക്ഷന് ശേഷം വരുന്ന കസേര കളിക്കുള്ള ധാരണയാണ്. കസേര നമുക്ക് ഉറപ്പാകുമെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി, നീ ആഭ്യന്തരമന്ത്രി, ആ തരത്തിലാണ് അവരുടെ ധാരണ. ആ ധാരണയ്ക്കപ്പുറത്തേക്ക് വേറെ ആരെയും വളരാൻ ഇവർ അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് KC വേണുഗോപാലിനോട് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞാലും കാര്യം തന്നെ, ഡൽഹിയിൽ പോയി കണ്ടു പറഞ്ഞാലും ഇത് നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഉറപ്പിച്ച തീരുമാനം VD സതീശനും KC വേണുഗോപാലിനും ഉണ്ട്. അതിനപ്പുറത്തേക്കൊന്നും പോകില്ല. ബാക്കിയൊക്കെ കാണിക്കുന്നതും കാണുന്നതുമൊക്കെ വെറും പ്രഹസനമായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിന്റെയും സംഘത്തിന്റെയും ഡൽഹി യാത്രയും പുനഃസംഘടന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു യാത്രയാകും എന്നതിൽ ഒരു തർക്കവും വേണ്ട.